വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൃഷിയാവുന്ന ഒരു വിളയാണ് തക്കാളി. തക്കാളി നമുക്ക് 2 മുരട് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് തക്കാളി നമുക്ക് ഒന്ന് പറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്ത് തക്കാളി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് വെറൈറ്റി തക്കാളി ഹൈബ്രിഡ് വെറൈറ്റീസ് ഒരുപാട് വിപണിയിൽ ലഭ്യമാണ്. ഈ ഹൈബ്രിഡ് തക്കാളിയുടെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കൂടുതൽ ലാഭകരമായിട്ട് നമുക്ക് തക്കാളി ഒന്ന് കിട്ടും. കൂടുതൽ രോഗപ്രതിരോധ ശേഷി അതുണ്ടായിരിക്കും. പിന്നെ തക്കാളി നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ വിത്തുകൾ നമുക്ക് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഔട്ട്ലെറ്റിലും പിന്നെ മികച്ച നല്ല അംഗീകാരമുള്ള നഴ്സറികളൊക്കെ അതിന്റെ വിത്തുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വിത്തുകൾ മേടിക്കുക. ഒരിക്കലും നമ്മൾ ഈ തക്കാളി കൊണ്ടുവരുന്ന തക്കാളികൾ നമ്മൾ എടുത്തിട്ട് അതിന് വിത്ത് എടുക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കാണുക. അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും തക്കാളി കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളി ഒരു കാരണവശാലും നമ്മൾ അത് എടുത്തിട്ട് വിത്തിന് വെക്കരുത്. ഒരിക്കലും നമ്മൾ അതുകൊണ്ട് തക്കാളി കൃഷി ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളും അതുകൊണ്ടാണ് അപകടങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നഴ്സറിയിൽ തക്കാളിയുടെ നല്ല ഇനം മുന്തിയ വിത്തുകൾ മുളപ്പിച്ചിട്ട് അവർ അതിന്റെ തൈകളൊക്കെ വിൽക്കുന്നത് കാണാറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ തൈകൾ മേടിച്ച് നമുക്ക് നടാം. അങ്ങനെ മേടിക്കാൻ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. തക്കാളിയുടെ തൈകൾ മേടിക്കാൻ എപ്പോഴും കരുത്തുള്ള തൈകൾ മാത്രം സെലക്ട് ചെയ്യുക. ഉണങ്ങി നിൽക്കുന്ന ഇലകളോ അല്ലെങ്കിൽ പുള്ളിക്കുത്തുകളുള്ള ഇലകളുള്ള തൈകൾ നമ്മൾ ഒരിക്കലും എടുക്കരുത്. ആ ട്രയലിൽ നിന്ന് തന്നെ നമ്മൾ തൈകൾ സ്വീകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള തൈകൾ എന്തെങ്കിലും വിധത്ത് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. അപ്പോൾ ഇപ്പോൾ ആരോഗ്യമുള്ള നല്ല അടിഭാഗത്ത് അത്യാവശ്യം ആരോഗ്യത്തോടെ കരുത്തോടെ നിൽക്കുന്ന തൈകളൊക്കെ ആണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നമുക്ക് വിത്തുകൾ മുളപ്പിച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. നല്ല വിത്തുകൾ നല്ല ഹൈബ്രിഡ് വിത്തുകളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെയുള്ള വിത്തുകൾ മേടിച്ചിട്ട് നമ്മൾ ട്രയൽ മുളപ്പിക്കുക. ഒരിക്കലും നേരിട്ട് പാകിയിട്ട് തക്കാളി വിത്ത് നമ്മൾ മുളപ്പിച്ച് നേരിട്ട് തൈകൾ ഉണ്ടാക്കി അവിടെ തന്നെ വെച്ച് നമ്മൾ കൃഷി ചെയ്യാൻ പാടില്ല. തക്കാളി എപ്പോഴും നമ്മൾ പറിച്ച് നട്ടിട്ട് കൃഷി ചെയ്യേണ്ട ഒരു വിളയാണ്. അപ്പൊ തക്കാളി നമ്മൾ എപ്പോഴും ട്രയൽ മുളപ്പിച്ചിട്ട് നടാനും. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ കരുത്തോടെ തൈകൾ വളർന്നു വരാനും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് മികച്ച വിളവ് തരാനൊക്കെ തക്കാളി നമുക്ക് സഹായിക്കും. തക്കാളി നമ്മൾ വാരങ്ങൾ അല്ലെങ്കിൽ ചട്ടിയൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം. നമ്മൾ എപ്പോഴും കൃഷി ചെയ്യുന്നതിന്റെ ഒരാഴ്ച മുൻപ് നമ്മൾ വാരങ്ങൾ തയ്യാറാക്കി അതിൽ ചാണകപ്പൊടി, കമ്പോസ്റ്റ്, കുമ്മായി നമ്മൾ തക്കാളിക്ക് എപ്പോഴും ചേർത്ത് കൊടുക്കുന്ന ഒരു മുഖ്യമായിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മൾ തക്കാളിയുടെ കൂടെ ഈ വളങ്ങളൊക്കെ ചേർത്ത ശേഷം കൂടുതൽ നമ്മൾ കുറച്ച് കുമ്മായം കൂടി ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ച് ഒരാഴ്ച കഴിഞ്ഞ ശേഷം വേണം നമ്മൾ അതിൽ തൈകൾ നടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ചട്ടിയിലാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒരാഴ്ച മുൻപ് നമ്മൾ പോട്ടി മിശ്രിതം എല്ലാം റെഡിയാക്കി നനച്ചു കൊടുക്കുക. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് തൈകൾ നടാൻ പാടുള്ളൂ. നമ്മൾ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നടന്നെങ്കിൽ മാക്സിമം ഒരു തൈ മാത്രം നടാൻ ശ്രമിക്കുക. നമ്മൾ നിലത്ത് അല്ലെങ്കിൽ വാരങ്ങളിലാണ് നടന്നെങ്കിൽ 2 അടി ഡിസ്റ്റൻസിൽ നമുക്ക് ഓരോ തൈകളും നട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ശേഷം നല്ല രീതിയിൽ തന്നെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരും. വിത്ത് മുളപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് അല്പം സ്യൂഡോമോണാസിൽ വിത്ത് മുക്കി വെച്ച ശേഷം 4 മണിക്കൂർ മുക്കി വെച്ച ശേഷം നമ്മൾ വിത്ത് മുളപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൈവരും. അപ്പൊ സ്യൂഡോമോണാസ് നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ കരുത്തുള്ള തൈകൾ ഉത്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ തൈകൾ നട്ട് കഴിഞ്ഞാൽ നമ്മൾ തൈകൾ നടാം. അപ്പം ചില ആളുകൾ വിത്ത് മുളപ്പിച്ചുണ്ടാക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം പറ്റാറുണ്ട്. വിത്ത് മുളപ്പിച്ച് കഴിയുമ്പോൾ ചില തൈകൾക്ക് നീളം കൂടും. അപ്പൊ ലെഗി പ്ലാന്റ്സ് എന്നാണ് ഈ പ്ലാന്റ്സിനൊക്കെ പറയാം. കാലുകൾക്ക് നീളം കൂടി പോകാം. കാല് നീളം കൂടി തൈകൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് വരൽ നിൽക്കാറുണ്ട്. ചിലർ ആ തൈകൾ നടും. പക്ഷെ നട്ട് കഴിഞ്ഞ് വെള്ളം കൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ തൈകളുടെ കാല് കുടിഞ്ഞു പോകും. കാല് നീളം കൂടുതൽ തൈകൾ 2 ഇലയുടെ അറ്റം വരെ നമ്മൾ മണ്ണിട്ട് മൂടാം. അത്രയും ആഴത്തിൽ നമുക്ക് കുഴിച്ചിടാം. തക്കാളിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തക്കാളിയുടെ ശിഖരങ്ങളിൽ നിന്ന് കമ്പുകളിൽ നിന്നൊക്കെ വേര് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് നമ്മൾ മണ്ണിലാക്കിയ ഭാഗത്ത് എല്ലായിടത്തും പുതിയ വേരുകൾ വന്നിട്ട് കരുത്തുള്ള തൈകളായിട്ട് ആ കാലുകളെല്ലാം മാറും. എപ്പോഴും നന്നായിട്ട് നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ഷെയ്ഡും കൊടുക്കണം. നട്ട് കഴിഞ്ഞ് ഒരാഴ്ച വരെ നമ്മൾ കറക്റ്റ് ഷെയ്ഡ് കൊടുക്കണം. കാരണം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ബാക്കി ഒരു സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്ക് നിന്ന് മോചിതനായി കഴിയണമെങ്കിൽ നമ്മൾ അതിനൊരു നല്ലൊരു ഷെയ്ഡ് കൊടുക്കണം. ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ ചെടി ക്ഷീണം തളർന്ന് ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ചട്ടിയിലേക്കാണ് തക്കാളി നടുന്നെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഇവ രണ്ട് മണ്ണിൽ മിക്സ് ചെയ്ത് നമുക്ക് പോട്ടി മിശ്രിതം തയ്യാറാക്കാം. ഈ തയ്യാറാക്കിയതിലേക്ക് നമ്മൾ ഡ്രൈനേജ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നീർവാർച്ച നമ്മൾ എന്തായാലും ഉറപ്പിടണം. തക്കാളിക്ക് നീർവാർച്ച അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പം നീർവാർച്ച നമ്മൾ ഉറപ്പുവരുത്തും. നമ്മൾ ചട്ടിയിലൊക്കെ തക്കാളി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി വെള്ളം ഒരുപാട് ആഗിരണം ചെയ്തെടുക്കും. അപ്പൊ തക്കാളിയുടെ ചട്ടി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അപ്പൊ ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ ഇലകൾക്കൊക്കെ ചെറിയൊരു വാട്ടൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ചട്ടിയിൽ വെള്ളം എപ്പോഴും മോയിസ്റ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കുക. തക്കാളി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ വളരെയധികം മുന്നിലാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും വളരെ നേരത്തെ എഴുന്നേറ്റിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തക്കാളിക്ക് എപ്പോഴും നമ്മൾ വളരെ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തക്കാളിക്ക് കൂടുതൽ കരുത്ത് കിട്ടുന്നതാണ് പറയുന്നത്. അതുപോലെ ഉച്ചയ്ക്ക് ഒരിക്കലും തക്കാളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. വൈകുന്നേരം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ സൂര്യ അസ്തമിച്ച ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂര്യ അസ്തമിച്ച ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ രാവിലെ നമ്മൾ ഏറ്റവും പുലർച്ചയ്ക്ക് എണീറ്റിട്ട് നമ്മൾ തക്കാളിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വാരത്തിലാണെങ്കിലും ശരി, നമ്മൾ ചട്ടിയിലാണെങ്കിലും ശരി, പോതയിട്ട് കൊടുക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ പോതയിട്ട് കൊടുക്കാറില്ല തക്കാളിക്ക്. നമ്മൾ തക്കാളിക്ക് എപ്പോഴും ചട്ടിയിലാണെങ്കിലും വാരത്തിലാണെങ്കിലും നമ്മൾ പഴയ കരിയിലയോ അല്ലെങ്കിൽ വേറെ ഷീറ്റോ എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾ പോതയിട്ട് കൊടുക്കുക. ഇങ്ങനെ പോതയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓവറായിട്ട് നമുക്ക് വെള്ളം നഷ്ടപ്പെട്ടു പോകില്ല. മോയ്സ്ചർ നമുക്ക് ചട്ടി നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെ പോതയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം അതിൽ തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു തണുപ്പ് നമുക്ക് മണ്ണിൽ കിട്ടുകയും ചെയ്യും. മണ്ണിന്റെ മുകൾ ഭാഗം പെട്ടെന്ന് വരണ്ടു പോകാത്തൊരവസ്ഥ നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേരുകൾക്ക് ഡാമേജ് സംഭവിക്കാതെ നല്ല ആരോഗ്യത്തോടെ ചെടി വളരുള്ളൂ. പക്ഷെ മുകളിൽ ഭാഗം പെട്ടെന്ന് ഡ്രൈ ആയി പോകുമ്പോൾ വരണ്ട് പോകുമ്പോൾ ചെടിയുടെ ആ ഭാഗത്തുള്ള വേരുകൾക്ക് ഡാമേജ് പോകും. അപ്പൊ അങ്ങനെ ഡാമേജ് ആകുമ്പോൾ ചെടി ഒരു സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ സ്ട്രോക്ക് വരാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ പോതയിട്ട് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആണ്.
പിന്നെ വളം ഇടുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതാണ്. കമ്പോസ്റ്റ് ആണ് നമ്മൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്ന വളമെങ്കിൽ രാസവളം നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കമ്പോസ്റ്റ് 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് രാസവളം നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒരുപാട് കിട്ടും, ചെടി ഒരുപാട് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കമ്പോസ്റ്റിന്റെ കൂടെ നമുക്ക് സൈഡ് ഡ്രസ്സിംഗ് ആയിട്ട് നമുക്ക് നൈട്രജൻ അടങ്ങിയ അമോണിയ അല്ലെങ്കിൽ നൈട്രജൻ യൂറിയ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ യൂറിയ അല്ലെങ്കിൽ അമോണിയ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൈഡ് ഡ്രസ്സിംഗ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഫ്രൂട്ട് സെറ്റ് ആയി കഴിയുമ്പോൾ ഒരു ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് നൈട്രജൻ ലേശം നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. 1 ലിറ്ററിന് ഒരു 3 ഗ്രാം എന്ന രീതിയിൽ നമുക്ക് നൈട്രജൻ നമുക്ക് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ചുവട്ടിലൊഴിക്കുക നമ്മൾ ചെടിയുടെ മുകളിൽ തട്ടാത്ത രീതിയിൽ നമ്മൾ അതിന്റെ വേരുകളിൽ നിന്ന് കുറച്ച് അകലം വലിച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് ഫ്രൂട്ട് സെറ്റ് ആയ ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ തക്കാളി പറിച്ചു കഴിഞ്ഞ ശേഷം 2 ആഴ്ച കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് ഒന്നുകൂടി ആവർത്തിക്കാം. അതിനുശേഷം നമ്മൾ ഈ ആദ്യത്തെ തക്കാളി പറിച്ച് 6 ആഴ്ച കഴിഞ്ഞ ശേഷം ഇത് വീണ്ടും നമ്മൾ ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തക്കാളി നന്നായിട്ട് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും, കൂടുതൽ ശാഖകൾ വരികയും ചെയ്യും, കൂടുതലായിട്ട് നന്നായിട്ട് ചെടി ആരോഗ്യത്തോടെ വളരാനും ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള സംഭവം. കൂടാതെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ കമ്പോസ്റ്റ് അപ്ലൈ ചെയ്യണം. അത് മറക്കരുത്. കമ്പോസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന വളമെങ്കിൽ കമ്പോസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. താങ്ങ് കൊടുക്കാനാണ് എപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം. തക്കാളി നമ്മൾ എപ്പോഴും താങ്ങ് കൊടുക്കണം. താങ്ങ് കൊടുത്തിട്ടില്ല തക്കാളി ചെരിഞ്ഞു വീഴാനും മറിഞ്ഞു വീഴാനും അതിന് കമ്പും ശിഖരങ്ങളും ഒടിഞ്ഞു തൂങ്ങാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ താങ്ങായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ വടിയോ മുളക്കഷ്ണോ എന്തെങ്കിലും ചീകിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഗഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നൂലോ കയറോ ഉപയോഗിച്ച് നമ്മളൊരു വലിയ അയൽ പോലെ കെട്ടിയിട്ട് അതിലേക്ക് ഓരോ ശാഖകളായിട്ട് നമുക്ക് തൂക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ചെടിക്ക് ആരോഗ്യത്തോടെ മുകളിലേക്ക് പോകാനും കഴിയും. തക്കാളിയുടെ വെയിറ്റ് വരുമ്പോൾ അത് ഒടിഞ്ഞു വീഴാതിരിക്കാനുള്ള ഒരു സപ്പോർട്ടുമായി. അങ്ങനെ നമ്മളെപ്പോഴും ഒരു താങ്ങ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടതാണ് തക്കാളിക്ക്. അടുത്ത സീസൺ നമ്മൾ വീണ്ടും ആ ചട്ടിയിൽ അതേ തക്കാളി തന്നെ നമ്മൾ നടാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ തക്കാളി കൃഷി മാത്രമായിട്ട് ആ ചട്ടിയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ പോട്ടി മിശ്രത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം തക്കാളി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ വേറെ എന്തെങ്കിലും കൃഷിയോ ഒന്നെങ്കിൽ പയർ ചെയ്യുക അല്ലെങ്കിൽ വെണ്ട അങ്ങനെ വേറെ എന്തെങ്കിലും നമ്മൾ കൃഷി ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരേ വിള തന്നെ വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിന് രോഗങ്ങൾ കൂടുതൽ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ വിളകൾ മാറ്റി കൃഷി ചെയ്യുമ്പോൾ ആ ചട്ടിയിൽ നമ്മൾ വേറെ വിള അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ രോഗങ്ങൾക്ക് ആക്രമിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തടസ്സമായി വരും. അപ്പൊ നമ്മൾ എപ്പോഴും വിളകൾ മാറ്റി മാറ്റി കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി എന്നല്ല മറ്റെന്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിളകൾ മാറ്റി കൃഷി ചെയ്യുക. അങ്ങനെ ചെയ്ത് നമുക്ക് നമ്മുടെ തോട്ടത്തിൽ രോഗങ്ങളുടെ തോത് കുറയ്ക്കാൻ സാധിക്കും. മറിച്ച് നമ്മൾ ഒരേ വിളനെ വീണ്ടും വീണ്ടും കൃഷി ചെയ്യുമ്പോൾ രോഗങ്ങൾക്ക് ആക്രമിക്കാനുള്ള ചാൻസ് കൂടി നമ്മുടെ തോട്ടത്തിലെ രോഗങ്ങൾ ഒരു നിത്യ ഒരു സന്ദർശകരായിട്ട് വരികയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തക്കാളി നല്ല രീതിയിൽ വിളവെടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് തക്കാളി വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മുഞ്ഞകളുടെ ആക്രമണം വരാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലീ ബീറ്റിൽസിന്റെ ആക്രമണം കുറഞ്ഞ ചെറിയ തോതിൽ വരാറുണ്ട്. പിന്നെ നമുക്ക് ഹോൺ ബോം എന്ന് പറഞ്ഞിട്ടുള്ള തക്കാളി ആക്രമിക്കുന്ന ഒരു പുഴുണ്ട്. അപ്പം അതിന്റെ ഒരു പ്രശ്നം ചെറുതായിട്ട് കാണാറുണ്ട്. പിന്നെ ചിത്രകീടത്തിന്റെ ആക്രമണവും വരാറുണ്ട്. വെള്ളിച്ചിട ആക്രമണം പൊതുവാണ്, എല്ലായിടത്തും വെള്ളിച്ചിട ആക്രമണം ഉണ്ട്. പിന്നെ നമുക്ക് തക്കാളിയിൽ മാത്രം നമുക്ക് ഏകദേശം നമ്മൾ പച്ചക്കറികളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ബ്ലോസം എൻറോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള രോഗം. കാൽസ്യത്തിന്റെ കുറവുകൊണ്ടുള്ള രോഗമാണ്. അപ്പൊ ഇത്രയും രോഗങ്ങളെ കുറിച്ചുള്ള ഒരു സെക്ഷൻ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.